കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലാവാന്നൊക്കെയാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത്. ഗബ്രി ജാസ്മിനോട് പറയുകയാണ്, എനിക്ക് പ്രണയം തോന്നി ഞാൻ നിന്നോട് പറയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞ ഡീപ്പായിട്ടൊരു സ്നേഹമുണ്ട്, അതിന് പ്രണയമാവുമോ എന്നൊന്നും അറിയില്ലെന്നും എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. നിനക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നിനക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എനിക്കിനി പിന്നീട് അത് പ്രണയമൊക്കെ ആവാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഗബ്രി ജാസ്മിനോട് സംസാരിക്കുന്നത്. ഇത് ഗബ്രിയുടെ പുതിയൊരു ട്രാക്കാണോ എന്താണെന്നൊന്നും അറിയില്ല. ഗബ്രി ഒരു എക്സാമ്പിളിലോട് ജാസ്മിനോട് ചോദിക്കുവാണ്, വളരെ ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി നിനക്ക് കിട്ടുവാണെങ്കിൽ നീ കഴിക്കുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയും, ഞാൻ എന്തായാലും കഴിക്കുമെന്ന് പറയും. അപ്പോൾ അത് നീ കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കുന്നുണ്ടെങ്കിൽ നീ കഴിക്കുമെന്നൊക്കെ ചോദിക്കും. എന്നാലും ഞാനത് കഴിക്കുന്നു ജാസ്മിൻ പറയും. അപ്പൊ ഗബ്രി പറയും, കോൺസിക്വൻസസ് ഒക്കെ എന്താണെങ്കിലും അപ്പൊ നീ അത് കഴിക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്കും കോൺസിക്വൻസസ് ഒന്നും നോക്കണ്ട, നമുക്ക് റിലേഷൻഷിപ്പിലാവാന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്നുണ്ട്, 25 ദിവസത്തോളമൊക്കെ ആയില്ലേ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആകാം എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം വേറെ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ ഗബ്രി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഐ ലവ് യു എന്നൊക്കെ പറയും ജാസ്മിനോട്. അപ്പൊ ജാസ്മിൻ ഒന്നും പറയില്ല. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, എന്താണ് എനിക്ക് പറഞ്ഞൂടെ എന്നൊക്കെ. അപ്പൊ ജാസ്മിൻ പറയുന്നത്, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ പറയുന്നത് നിനക്ക് എന്നോട് സ്നേഹമാണെന്നും ഞാൻ ഇതിന് റിപ്ലൈ പറയാത്തോണ്ടായിരിക്കും എനിക്ക് നിന്നോട് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ നീ എന്താണ് പറയാത്തതെന്ന് ചോദിക്കും. തിരിച്ച് ഐ ലവ് യു പറയാൻ എനിക്ക് പേടിയാണെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. സിബിനോട് അല്ലെങ്കിലും ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പ്രണയമൊന്നും ഇല്ലെന്നും അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രണയമൊന്നും ഇല്ലാത്തതെന്നും ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്നും ഒക്കെ. അതിനിടയ്ക്ക് ഗബ്രി സിബിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൻ ആറ്റ് ചെയ്യാറുണ്ട്, കണ്ണും കൊണ്ടും കൈ കൊണ്ടൊക്കെ കാണിക്കുന്ന പല ആറ്റുകളും, അതൊക്കെ ആയിരിക്കും ആളുകൾക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലെന്നും ഞാൻ ഉള്ളത് തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലും. ശരിക്കും പറഞ്ഞാൽ ഗബ്രിയാണ് ഇപ്പൊ ജാസ്മിന്റെ പുറകിൽ നിന്നും മാറാതെ നടക്കുന്നത്. ജാസ്മിന് ഡിസ്റ്റൻസ് ഇടണമെന്നൊക്കെ ഉണ്ട്. ഗബ്രിക്ക് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ മാത്രമാണ് ഗെയിം കളിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ഫുൾ ആക്ടിംഗ് ആണോ അതോ ഗബ്രിക്ക് ശരിക്കും പ്രണയമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.